ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാൻ ഒരു പ്രത്യേക ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. അതായത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു PDF എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ്. അത് നമ്മൾക്ക് സൈറ്റിൽ നിന്നും ഫ്രീ ആയിട്ട് ലഭിക്കും. അതിൽ നമ്മൾക്ക് PDF നമ്മൾക്ക് എഡിറ്റ് ചെയ്യാം, നമ്മൾക്ക് അതിൽ ഇമേജ് ആഡ് ചെയ്യാം, നമ്മുടെ സിഗ്നേച്ചർ അതിൽ ആഡ് ചെയ്യാം. ഇത് കൂടാണ്ട് നമ്മൾക്ക് 4, 5, 6 PDF ഫയലുകളെ മെർജ് ചെയ്ത് ഒരു ഫയലാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 5 ഫയൽ ചെയ്തെങ്കിൽ ഒരൊറ്റ ഫയലായിട്ട് നമുക്ക് എടുക്കാം. 5 പേജിൻ്റെ ഒരു PDF ആണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ പല സോഫ്റ്റ്വെയറുകളുണ്ടെങ്കിൽ കൂടിയും ഇത് ഇത്തിരി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. അതിനു മുമ്പ് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു, എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്താം. ഓക്കെ, ബെല്ലൈക്കൺ അമർത്തിക്കഴിഞ്ഞെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ, നമുക്ക് കിടക്കാം. നമ്മൾ ഫസ്റ്റ് തന്നെ ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് സജിത.com അടിക്കുക. നമ്മൾ പ്രസ് ചെയ്യും. സജിത.com അടിക്കുക. നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഈ ഒരു ബോക്സ് നമ്മൾക്ക് കിട്ടും. വി ഹെൽപ്പ് വിത്ത് യുവർ PDF ടാസ്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എഡിറ്റ് PDF ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് PDF ഫയൽ. നമ്മളിതിലേക്ക് ഒരു PDF ഫയലിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്ത ഫയൽ തന്നെ ഞാനിപ്പോൾ തൽക്കാലം ഇതിലെടുക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഫയൽ നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ കിട്ടും. ഇതാണ് എൻ്റെ PDF ഫയലാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾക്ക് ഇത് അല്ല കേട്ടോ ഒറിജിനൽ. നമ്മൾ ശരിക്കും PDF എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള PDF ഫയലുകൾ. ബില്ലുകൾ പരമാവധി ഒഴിവാക്കാം, കാരണം ബില്ലുകൾ പരമാവധി കിട്ടില്ല. നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എഡിറ്റ് ചെയ്യാം, അതിനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് PDF ഫയൽ ആരെങ്കിലും ഒരാളൊരു PDF കൊണ്ടുവരുമ്പോൾ അത് എഡിറ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾക്കിത് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ നോക്ക്, എൻ്റെ പേരാണിത് ഇവിടെ കിടക്കുന്നത്. പോത്തങ്കടവിൽ മമ്മുഞ്ഞി ഷഫീർ. ഈ ഷഫീർ ഇപ്പോൾ ഇവിടെ SHFFER ഇതാണ് എൻ്റെ ശരിക്കുള്ള പേര്. പക്ഷേ എനിക്ക് എൻ്റെ ശരിക്കുള്ള പേരിൽ ഈ FFന് പകരം ഇവിടെ ഒരു F ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് എന്താണ് വേണം, നമ്മൾക്ക് ഇവിടെ FF തന്നെ ചേർക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കഴ്സർ ഇവിടെ വരും. കഴ്സർ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്താൽ ഒന്ന് ബാക്ക് സ്പേസ് അടിച്ച് നമ്മൾക്ക് 2F അവിടെ ചേർക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ശരിക്കുള്ള പേര്. ഇപ്പോൾ ഞാനിവിടെ എഡിറ്റ് ചെയ്ത്, അപ്പോൾ എൻ്റെ അഡ്രസ്സ് 680-662 ഇതെന്നുള്ളത് ഞാൻ ഇതിനെ ഒന്ന് മൈനസ് ചെയ്ത് 680-123 ഇങ്ങനെ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിവിടെ എൻ്റെ ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ ഉണ്ട് ഇവിടെ. എൻ്റെ ഇമെയിൽ ID, എൻ്റെ മൊബൈൽ നമ്പർ. അപ്പോൾ മൊബൈൽ നമ്പർ എനിക്ക് മാറ്റണം തോന്നിക്കഴിഞ്ഞാൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ബാക്ക് സ്പേസ് അടിച്ച് എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ അടിച്ചു. ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്തതിൻ്റെ കോപ്പിയാണ്. ഇങ്ങനെ ഇതല്ല ശരിക്കും ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫയൽ എടുത്തത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ ആഡ് ചെയ്ത് അതിൻ്റെ വർഷങ്ങൾ, ഇൻഡിവിജ്വൽ, ഓൾഡ് ടാക്സ്, റിമൈൻ ഇതിലൊക്കെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മൾക്ക് പിന്നെ അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എൻ്റെ ഫോട്ടോ ചേർക്കണം. എൻ്റെ ഫോട്ടോ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ഇവിടെ ഇമേജസിൽ പോവാം. ഇമേജസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇപ്പം എൻ്റെ ഫോട്ടോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനത് തൽക്കാലം കളയുന്നു. എന്നിട്ട് ന്യൂ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എൻ്റെ ഇമേജ് എടുത്ത് കഴിയുമ്പോൾ എൻ്റെ ഇമേജ് ഇവിടെ ഇങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ അതിനിവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് അപ്പോൾ ഇത്ര വലിപ്പത്തിൽ ഇതിങ്ങോട്ട് കിട്ടും. അപ്പോൾ നമ്മളെന്താണെങ്കിൽ ഈ കോർണറിൽ വന്ന് കർസർ കൊണ്ടുവച്ചിട്ട് അതിനെ പതുക്കെ വലിച്ച് ചെറുതാക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി നമ്മളതിനെടുക്കുക. ആവശ്യത്തിനനുസരിച്ച് ചെറുതാക്കി എടുത്ത് ഞാനതിനെ ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് കണ്ടോ. ഇപ്പം ഞാനതിനെ എൻ്റെ ഫോട്ടോനെ ഇവിടെ സെറ്റ് ഇത് നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് കർസറിങ് ഇവിടെ ഡിലേറ്റ് അടിക്കാം. കണ്ട
ഇതിൻ്റെ വേണ്ടി റിപ്പീറ്റ് ഓൺ ഓൾ പേജ്, ഇത് എല്ലാ പേജിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ഓൾ പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ പേജിലേക്കും ഇതിങ്ങനെ വരും. എന്നിട്ട് നമുക്ക് അവിടെ തന്നെ ഇതേമാതിരി തന്നെ ചെറുതാക്കാം. ഇതല്ലെങ്കിൽ നമ്മളിത് എല്ലാ പേജിലും നമ്മുടെ ഫോട്ടോ വരുത്തണമെങ്കിൽ നമുക്ക് എല്ലാ പേജിലും ഇതേമാതിരി എൻ്റെ ഫോട്ടോ വരുത്താം. എല്ലാ പേജിലും ഫോട്ടോ നോർമൽ സൈഡിലേക്ക് വരാറില്ല. എന്നാലും ഇത് വേണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കണ്ട ഇവിടെ കൊണ്ടുവന്നത് നമ്മളിവിടെ ഡിലീറ്റ് അടിച്ചാണെങ്കിൽ അതങ്ങോട്ട് പൊക്കോളും. പക്ഷേ മുകളിലുള്ളത് അവിടെ കിടക്കട്ടോ. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ ഏറ്റവും താഴെ നമ്മളുടെ സിഗ്നേച്ചർ ഇവിടെ കൊണ്ടുവരണം. ഏറ്റവും താഴെ ഞാൻ ഇവിടെ പേജ് 3ാമത്തെ പേജിൻ്റെ മുകളിൽ ഇവിടെ ഞാൻ എൻ്റെ സിഗ്നേച്ചർ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സൈൻ. ഈ സൈനിൻ്റെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി കുറേ സൈനുകൾ സാമ്പിളായിട്ട് കിടക്കുന്നുണ്ടാവും. ഞാനിവിടെ ഇവിടെ സാമ്പിളുകൾ വന്ന് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഇമേജ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഇമേജിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാനൊരു സൈൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നാൾ ഈ സിഗ്നേച്ചർ ഞാനിവിടെ എടുക്കണം. ഈ സിഗ്നേച്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ 3 ടൈപ്പ് ഇവിടെ വരും. അതായത് ഒറിജിനൽ, ഇത് ഒറിജിനൽ നമ്മളുടെ, ഇത് ട്രാൻസ്പെറൻറ്റ് എ, ഇത് ട്രാൻസ്പെറൻറ്റ് ബി. ഇതിൽ ട്രാൻസ്പെറൻറ്റ് എ ആണ് നമുക്ക് കൂടുതൽ ഉത്തമം. അപ്പോൾ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്തെടുത്ത് എവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ സിഗ്നേച്ചർ അവിടെ വന്നു. എന്നിട്ട് നമ്മളൊന്നും ചെയ്യാനില്ല, നമ്മൾ നേരെ അപ്ലൈ ഇമേജസിൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ PDF ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ PDF. എൻ്റെ ഫോട്ടോ ഇവിടെ ചേർത്ത് എൻ്റെ പേരിലുള്ള മിസ്റ്റേക്ക് ഞാൻ തീർത്ത് മറ്റുള്ള എല്ലാവരും എഡിറ്റ് ചെയ്ത് തീർത്ത് 2ാമത്തെ പേജിൽ ഒരു പേജ് നമ്മൾ വിട്ട് കേട്ടോ. കാരണം ഡിലേറ്റ് അടിച്ചപ്പോൾ ഞാൻ ഒരെണ്ണം ഞാൻ ഡിലേറ്റ് അടിക്കാൻ വിട്ടു. കാരണം ഇത് മൊത്തം 3 പേജാണ്. 2ാമത്തെ പേജിൽ മാത്രമേ ഞാൻ ഡിലേറ്റ് അടിച്ചുള്ളൂ. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ വന്നു. ഇത് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മൾക്ക് ഇതിനെ ഡൗൺലോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. നേരെ പ്രിൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് കൊടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇപ്പം ഞാനിതിനെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെ ഞാൻ ഡൗൺലോഡ് ചെയ്തു. ഈ ഡൗൺലോഡ് ചെയ്ത ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ഇതെൻ്റെ കണ്ട, ഇതാണ് ഈ PDF. അങ്ങനെ ഞാനിതിനെ PDF ആക്കി എടുത്ത് എഡിറ്റ് ചെയ്തു. അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഇത്. ഈ സോഫ്റ്റ്വെയറിനുള്ള ഇനി വേറൊരു പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇതിന് ടൈം ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ടൈം ലിമിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈം ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതൊന്ന് ക്ലോസ് ചെയ്യാനായിട്ട് ഞാൻ വേറെ എടുക്കാം. കാരണം അത് ബാക്ക് അടിച്ചിട്ട് പോകണില്ല. ടൈം ലിമിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഫയൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫയൽ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ട് അപ്ലോഡ് ഡോക്യുമെൻറ്റിൽ നമ്മൾ ഡോക്യുമെൻ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈം ലിമിറ്റ് ഇവിടെ കാണിക്കുന്നില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 മണിക്കൂറിൽ 3 പ്രാവശ്യമേ നമുക്ക് ഒരെണ്ണം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അതെന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അത് ആ ഓപ്ഷൻ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടൈം ഇപ്പോൾ കാണിക്കുന്നില്ല. അത് ആദ്യം കാണിച്ചു തരുന്നതാണ്, ഇപ്പോൾ കാണിക്കുന്നില്ല. അപ്പോൾ ആ ടൈം ലിമിറ്റിൻ്റെ കാര്യം നിങ്ങൾ വിഷയമാക്കണ്ട. പിന്നെ നമ്മൾക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ടൈം ലിമിറ്റ് നമ്മൾ വിഷയമാക്കണ്ട. മറ്റുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇപ്പോൾ കംപ്രസ് ഓൾ ടൂൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഓൾ ടൂൾസിൽ എല്ലാം നമുക്ക്, അതായത് നമുക്ക് JPG ടു PDF, വേർഡ് ടു PDF, പിന്നെ വാട്ടർമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ടർമാർക്ക് ഡോക്യുമെൻ്റ് ഇട്ടിട്ട് ഫയൽ അപ്ലോഡ് ചെയ്യണം. ഫയൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഫയലെടുത്ത് ഇതാണ് നമ്മുടെ ഫയൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിവിടെ ക്ലിക്ക് ടു എഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രോസ് ആയിട്ടൊരു ഇത് വേണ്ട. ഇവിടെ നമ്മൾ ഇപ്പോൾ CS ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് CSC ഡിജിറ്റൽ സേവ
ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇതിനെ വാട്ടർമാർക്ക് PDF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ നമ്മളുടെ നമ്മൾ ഉണ്ടാക്കിയ ഈ സാധനം നമ്മൾ വാട്ടർമാർക്കായിട്ട് കിടക്കും. പിന്നെ അത് വേറെ ഒരാൾക്ക് ഈ സാധനം എഡിറ്റൊക്കെ ചെയ്തുണ്ടാക്കാൻ വലിയ പണിയായിരിക്കും. അപ്പോൾ ഓക്കെ, ഇത് നമ്മൾക്ക് വളരെ ഉപകാരത്തിൽപ്പെടും. നമ്മൾ ആര് എന്തുണ്ടാക്കിയാലും നമ്മൾക്കൊരു വാട്ടർമാർക്ക് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്ത് വെച്ച് ഓപ്പൺ ചെയ്ത് PDF ആണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് കുറച്ച് ആളുകൾക്ക് പുതിയ അറിവാണെങ്കിലും കുറച്ച് ആൾക്കാർക്ക് ഇത് പഴയ അറിവായിരിക്കും. പഴയ അറിവുകാർ എന്നിൽ കൂടുതൽ അറിയുന്നവരാണെങ്കിൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ അറിവുകാരാരാണെന്ന് വെച്ചാൽ അവർ കിട്ടിയ അവരുടെ ഈ പുതിയ അറിവ് അത് നല്ലൊരു കമൻ്റായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാം. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഇനി കാണുന്നത് വരെ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ് മിക്കവാറും നാളെ ആയിരിക്കും. നാളെയാണ് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ക്ലാസ്സുമായിട്ടാണ് ഞാൻ നാളെ വരാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീണ്ടും കാണുന്നവരെ വണക്കം.